ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 27-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. നമുക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തരാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഭൂമി അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കൃഷിയുടെയും എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിനുള്ളതാണ്. നമ്മുടേതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതൊക്കെ ദൈവത്തിൻ്റേതാണ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കുന്നു. പക്ഷേ ദൈവം അങ്ങനെ നമുക്ക് നൽകിയപ്പോൾ പാട്ടവ്യവസ്ഥ പ്രകാരമാണ് നൽകിയിരിക്കുന്നത്. ദൈവം ഒരാളെ വസ്തു വാങ്ങിച്ച് കൃഷി ചെയ്യുമ്പോൾ പാട്ടം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാൻ നിങ്ങൾക്ക് പാട്ടമായിട്ട് തരുന്നു. നിങ്ങൾ കൃഷി ചെയ്തോ, നിങ്ങൾ മൃഗങ്ങളെ വളർത്തിക്കോ, നിങ്ങൾ ബിസിനസ് ചെയ്തോ, പക്ഷേ എൻ്റെ ഓഹരി എനിക്ക് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യഫലം ദൈവത്തിനുള്ളതാണ്. അതുപോലെ പല കാര്യങ്ങളും ദൈവം എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദശാംശം ദൈവത്തിനുള്ളതാണ്. പഴയ നിയമത്തിലെ ദശാംശം എന്ന് പറയുമ്പോൾ 10% എന്നുള്ള അർത്ഥമല്ല ഉള്ളത്. 3 ദശാംശങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. എല്ലാ വർഷത്തിലും എടുക്കുന്ന ഒരു ദശാംശമുണ്ട്. കൃഷിയുടെയും അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അനുഭവങ്ങൾ, അതിൻ്റെ ആദ്യഫലവും അതുപോലെ തന്നെ 10-1 യഹോവയ്ക്കുള്ളത് കൊണ്ട് ദൈവാലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതന്മാരെ ഏൽപ്പിച്ച് ഒരു പ്രതിജ്ഞ ചെയ്തു പോരണം, ഞാനിതൊന്നും എടുത്തിട്ടില്ലെന്നുള്ളത്. പിന്നെ രണ്ടാമത് അവർക്ക് ഒരു ദശാംശമുള്ളത്, അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കൃഷിയുടെ ഒരു ഭാഗം, നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൊയ്യാതിരിക്കുക, അങ്ങനെ കൃഷിയുടെ ഒരു ഭാഗം പാവങ്ങൾക്കും മറ്റുള്ളവർക്കുമായിട്ട് മാറ്റിവെക്കും. അത് കഴിഞ്ഞ് എല്ലാ 3 വർഷം കൂടുമ്പോഴും അവർക്കൊരു ദശാംശമുണ്ട്. എല്ലാ 3 വർഷത്തിൽ ആ ദശാംശം സാധുക്കൾക്ക്, വിധവമാർ, അനാഥരെ, അതുപോലെ പരദേശികൾ, അവർക്കൊക്കെ കുറച്ച് കൊടുക്കണം. കൂടാതെ അത് അവർക്ക് ദൈവാലയത്തിൽ 3 പ്രാവശ്യം എല്ലാ യഹൂദന്മാരും 3 പ്രാവശ്യം പുരുഷന്മാർ ദൈവാലയത്തിൽ പോയിരിക്കണം നിയമമുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ചിലവുണ്ട്. എല്ലാവരും യെരൂശലേമിലല്ലല്ലോ വസിക്കുന്നത്, ദൂര ദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ചിലവുണ്ട്. അപ്പോൾ ആ ചിലവിന് വേണ്ടി ഉപയോഗിക്കാനാണ്. അവിടെ യാത്രാ ചിലവിന്, ആഹാര ചിലവിന്, ഇതൊക്കെയാണ് നിങ്ങൾ പോകുമ്പോൾ അത് ഉപയോഗിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൊത്തം 3 ദശാംശങ്ങളിലൂടെ ഏതാണ്ട് യഹൂദന്മാർ കൊടുത്തിരുന്നത് ഏകദേശം 33% എന്ന് ആളുകൾ കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. കണക്കറിയാവുന്ന ആളുകൾ ഇതേക്കുറിച്ചെല്ലാം പഠിച്ചിട്ട് ഏകദേശം 33% ഒരു യഹൂദൻ കർത്താവിന് വേണ്ടി കൊടുക്കും. അതാണ് അവരുടെ ദശാംശം എന്ന് പറയുന്നത്, 33%. അപ്പോൾ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കത് പാട്ടമായിട്ട് തരാം. പാട്ട വ്യവസ്ഥയുണ്ട്. എന്താണ് പാട്ട വ്യവസ്ഥ? ആദ്യഫലമായിട്ട് കൃഷിയുടെ ആദ്യഫലം തരണം, ജന്തുക്കളുടെ ആദ്യഫലം തരണം, പിന്നെ മൊത്തത്തിൻ്റെ ദശാംശം കൊണ്ടുവരണം, വഴിപാടുകളുണ്ട്, യാഗങ്ങളുണ്ട്, ഇങ്ങനെയുണ്ട്. എല്ലാം കൂടെ കണക്ക് കൂട്ടി ഒരു 30-33% ദൈവത്തിന് വേണ്ടി ഇസ്രായേൽ മക്കൾ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ദശാംശം എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് കൊടുക്കാതിരിക്കുകയാണ്. നമ്മൾ 90% നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് 10% ദൈവത്തിന്, അത് വിശ്വസ്തമായി കൊടുക്കുന്നവരായി 10% കൊടുക്കുന്നവർ എല്ലാവരും അല്ല, വളരെ വിശ്വസ്തമായി കൊടുക്കുക. ഞാൻ ദശാംശം കൊടുക്കുന്നവനാണെന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ വിശ്വസ്തമായി ദശാംശം കൊടുക്കുന്നവനാണ്. അങ്ങനെ പറയുന്നവരാണ് ഈ 10% കൊടുക്കുന്നവർ. അല്ലാത്തവർ 10% കൊടുക്കുന്നില്ല, 5% കൊടുക്കുന്നില്ല. ഞായറാഴ്ച എന്തെങ്കിലും കാണിക്കപ്പെട്ടില്ലോ സ്വത്രാഴ്ച പാത്രത്തിലോ ഇടുന്നു എന്നുള്ളതല്ലാതെ അവരതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല. എങ്ങനെ നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കഴിയും? പാട്ടത്തിൻ്റെ ഒരു വസ്തു വാങ്ങിച്ചിട്ട് പാട്ട വ്യവസ്ഥ പാലിക്കാത്ത ആളുകൾ, വാടകയ്ക്കൊരു കെട്ടിടം എടുത്തിട്ട് വാടക കൊടുക്കാത്ത ആളുകൾ, എങ്ങനെയാണ് അവരനുഗ്രഹിക്കപ്പെടുന്നത്? അവരനുഗ്രഹിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ഭൂമിയാണ്. ഈ ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകുന്നു. അപ്പോൾ ചിലപ്പോൾ പന്നി കയറിയെല്ലാം കൊണ്ടുപോകുന്നതും, മയിലും കുയിലും വന്ന് കൊണ്ടുപോകുന്നതും, കുരങ്ങനെല്ലാം അടിച്ചു മാറ്റുന്നതും, കാട്ടാന കയറി എല്ലാ വിളവും നശിപ്പിച്ചു പോകുന്നതും, പുലി കയറി നമ്മുടെ ആടിനെയും മറ്റ് ജന്തുക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ എന്താണ് നമ്മളിങ്ങനെ പറയും? എന്താണ് നമുക്ക് ആകട്ടെ? ഇതൊന്നും പിടിക്കൊണ്ട് പോകാഞ്ഞ കാലത്ത് കർത്താവിന് എന്ത് കൊടുത്തു? ഇതൊക്കെ ഈ അടുത്ത കാലത്തല്ലേ ഇറങ്ങാൻ തുടങ്ങിയത്. ഇതിന് മുമ്പ് ഇറങ്ങാതിരുന്ന കാലത്ത് എന്ത് കൊടുത്തു? അതൊക്കെ നമ്മളെടുത്തു, നമ്മൾ കുടിച്ചു, നമ്മൾ വീട് വെച്ചു, നമ്മൾ വസ്തു വാങ്ങി, നമ്മൾ പിള്ളേരെ കെട്ടിച്ചു, അല്ലേ? പിന്നെ ദൈവത്തിന് കൊടുത്തതോ? എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുത്തു കാണും, അതല്ലേ ഉള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ പാട്ടവും തരാതെ നിങ്ങൾ എൻ്റെ ഭൂമി കൃഷി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പാട്ടം എടുക്കും. അതിന് ഞാൻ പാട്ടം എടുക്കാൻ കുരങ്ങന്മാരെ വിടും, പാട്ടം എടുക്കാൻ പന്നികളെ വിടും, പാട്ടം എടുക്കാൻ ആനകളെ വിടും, പാട്ടം എടുക്കാൻ പുലികളെ വിടും, പാട്ടം എടുക്കാൻ കടുവായെ വിടും, ഞാനങ്ങനെ വിടും.
അപ്പോൾ നമ്മളാകെപ്പാടെ ദൈവത്തോടും പിണങ്ങും, ഗവൺമെൻറ്റിനോടും പിണങ്ങും. എല്ലാം പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് നാം ജീവിച്ചതായിരിക്കുന്ന കാലത്ത് നമുക്ക് ധാരാളം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ദേശങ്ങളെയും രാജ്യങ്ങളെയും ആളുകളെയും നോക്ക്. അവരെത്ര സമ്പന്നരായിട്ട് ജീവിക്കുന്നു, എത്ര സുഖമായിട്ട് ജീവിക്കുന്നു. ദൈവത്തെ നമുക്ക് ഒരിക്കലും വഞ്ചിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതെ. അപ്പോൾ എന്തിനാണ് ദൈവം ഇങ്ങനെ ദശാംശം വെച്ചിരിക്കുന്നത്? രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്ന്, ദൈവത്തെക്കുറിച്ച് ബോധപൂർവ്വം നാം ചിന്തിച്ച് വേണം ജീവിക്കാൻ. നമുക്ക് എത്ര ആടുണ്ട്, അതിലെത്ര എണ്ണത്തിന് ആദ്യഫലമായിട്ട് ആദ്യ കുട്ടികളുണ്ടായി, അത് ദൈവത്തിനുള്ളതാണ്. അതുപോലെ നമ്മുടെ കൃഷി, അതിൽ ആദ്യഫലം എപ്പോഴാണ് ഉണ്ടായത്, ആദ്യം കുറച്ച് വാഴ ഏതാണ്, അതൊക്കെ നമ്മൾ കണ്ട് ദൈവത്തിന് വേണ്ടി മാറ്റും. അങ്ങനെ ബോധപൂർവ്വം ജീവിക്കണം. ഓരോ കാര്യത്തിനും ബോധപൂർവ്വം ജീവിക്കണം. എല്ലാ വിളവും എടുത്ത് ദൈവത്തിനൊന്നും കൊടുത്തില്ല, നീ എന്തുകൊണ്ടാ എന്നാൽ ആലോചിച്ചിട്ട് ദൈവത്തിന് കൊടുത്തേ എന്ന് പറയുന്നതായിരിക്കുന്ന കെയർലെസ് ലൈഫ് സ്റ്റൈൽ ദൈവം അനുവദിക്കുന്നില്ല. ബോധപൂർവ്വം നാം ജീവിക്കണം. ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദൈവമേ ഇത് നിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കണം. രണ്ടാമത്, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം നാം അംഗീകരിക്കണം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. അത് നിൻ്റേതാണ്, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ പകെടുക്കുന്നു. പാട്ട വ്യവസ്ഥയുണ്ട്. ആ ഭൂമി നശിപ്പിക്കരുത്, അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണം. തോട്ടം സൂക്ഷിക്കാനും അത് വേല ചെയ്യാനുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നാമും നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന ഭൂമി സൂക്ഷിക്കുകയും അതിൽ വേല ചെയ്യുകയും വേണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് കൈമാറ്റം ചെയ്യണം. അതിൻ്റെ വീര്യം നഷ്ടപ്പെടാത്തതായി നിലയിൽ വേണം കൃഷി ചെയ്യാൻ. അത് വെറും ഒന്നിനും കൊള്ളാത്ത ഭൂമിയാക്കി അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിലെ വീര്യവും പോയി, കൃഷി ചെയ്താലും ഒന്നും ഉണ്ടാകുകയുമില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ നോക്കുക, പാടങ്ങളൊന്നും കൃഷി ചെയ്യാതെ കിടക്കുക, എന്തൊരു ഭയങ്കരമാണ്. നെല്ല് നമ്മൾ ആന്ധ്രയിൽ നിന്ന് വാങ്ങിച്ച് അരി കഴിക്കുക, അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ പാടങ്ങളുണ്ട്, പക്ഷേ നാം കൃഷി ചെയ്യാതെ പാടങ്ങൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ച് ജീവിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളാണ് നാം എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഔദാര്യ സമ്പന്നനായ ഒരു ഉടമസ്ഥനാണ്. സകല നന്മയുടെയും ഭൂരിഭാഗം നമുക്ക് തന്നെ ഉപയോഗിക്കാനാണ് ദൈവം നൽകുന്നത്. പഴയ നിയമകാലത്ത് 33 കൊടുത്തപ്പോഴും 67% ഇസ്രായേൽ മക്കൾക്ക് ഉപയോഗിക്കാമായിരുന്നു. അതവർക്ക് ധാരാളം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തരും സമ്പന്നരുമായ ജനതയായിട്ട് ഇസ്രായേൽ മക്കൾ വന്നു. കാരണം അവർ ദൈവത്തെ മാനിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. നമുക്കും അങ്ങനെ ആകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാം ദൈവത്തെ മാനിച്ച് ജീവിക്കുക, ദൈവത്തിന് കൊടുക്കാനുള്ളത് സത്യസന്ധമായ ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിൻ്റെ അടുത്ത് മോഷ്ടിക്കരുത്. മലാഖി പ്രവചനത്തെ ദൈവം സങ്കടത്തോടുള്ള ഇസ്രായേലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കുന്നു ഏതിൽ? വഴിപാടിലും ദശാംശത്തിലും തോൽപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങളെന്താ ചെയ്യുന്ന? ഓട്ടക്കലത്തിൽ നിങ്ങളെ നിക്ഷേപങ്ങൾ നിരൂപിക്കുക. അതെടുക്കാനായിട്ട് ചെല്ലുമ്പോഴെന്താണ്? കലത്തിൻ്റെ ഓട്ടയിൽ കൂടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ്, ഒന്നുമില്ലാതെ വരുന്ന അവസ്ഥ. അങ്ങനെ വരാതിരിക്കുവാനായിട്ട് നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസ്തയോടെ ദൈവത്തെ മാനിക്കുകയും ചെയ്യാം. ദൈവം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിലുള്ളതാണ്, നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വ്യവസ്ഥകളെ നമുക്ക് നന്നായിട്ട് പാലിക്കാം. നമുക്ക് ധാരാളമായിട്ട് അനുഭവിക്കാൻ സകലവും തരുന്ന ദൈവമാണ്. ദൈവത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.